മക്കളെ, ഇന്ന് തിരുസഭയിൽ ഏറെ വണങ്ങുന്ന നമുക്കൊക്കെ സുപരിചിതനായ ഒരു വിശുദ്ധൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ഇപ്പോൾ പകരാൻ പോകുന്നത്. പലവിധ രോഗപീഠകളുമായി ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവർ, വിട്ടുമാറാത്ത തലവേദന, പനി, കൈകാലുകളുടെ തളർച്ച, ക്യാൻസർ രോഗങ്ങൾ, വാതരോഗങ്ങൾ, അപസ്മാര രോഗങ്ങൾ, ബോധക്ഷയമുള്ളവർ, തലചുറ്റി വീഴുന്നവർ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ, മയക്കുമരുന്ന് അടിമകളായിട്ടുള്ളവർ പ്രാർത്ഥിക്കട്ടെ വിശുദ്ധനായ പാദ്രി പിയോയോട്. ഇന്ന് കർത്താവ് വചനം തരുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധി അഭ്യസിച്ച് പ്രാർത്ഥനയിൽ വളർന്ന ഈ വിശുദ്ധനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെട്ട അപൂർവ ചിലരിൽ ഒരാളാണ് വിശുദ്ധനായ പാദ്രി പിയോ. ദിവ്യകാരുണ്യനാഥനോട്, ക്രൂശിതനോട് ഒരു പ്രത്യേകമായ സ്നേഹം ചെറുപ്രായത്തിലെ വിശുദ്ധ പാദ്രി പിയോയ്ക്കുണ്ടായിരുന്നു. ഒരിക്കൽ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ജന്മന അംഗവൈകല്യമുള്ളൊരു കുഞ്ഞിനെ അൾത്താരുടെ മുമ്പിലെ ക്രൂശിതൻ്റെ മുമ്പിൽ കിടത്തി അമ്മച്ചി മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. ബാലനായ പാദ്രി പിയോ ഇത് കണ്ടു. ക്രൂശിതനിലേക്കും ഈ കുഞ്ഞിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൂശിതനെന്ന് ശക്തി പൊട്ടിപ്പുറപ്പെട്ട് ആ കുഞ്ഞ് അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചത് വിശുദ്ധനായ പാദ്രി പിയോയുടെ ജീവചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മറ്റൊരവസരത്തിൽ ബലിയർപ്പിച്ചതിന് ശേഷം കുരിശിൻ്റെ ചുവട്ടിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വേളയിൽ ക്രൂശിതനിൽ നിന്ന് തൻ്റെ 5 തിരുമുറികളുടെ മുദ്രകൾ വിശുദ്ധനായ പാദ്രി പിയോയുടെ കയ്യിൽ ആലേഖിതമായി. തിരുസഭയിൽ പഞ്ചക്ഷതം ഉണ്ടായിട്ടുള്ള ആദ്യത്തെ പുരോഹിതരിൽ ഒരാളാണ് വിശുദ്ധനായ പാദ്രി പിയോ. ദിവസത്തിൽ 3 മണിക്കൂർ സമയമേ ഉറങ്ങിയിട്ടുള്ളൂ. ലഘുഭക്ഷണമാണ് കഴിച്ചുകൊണ്ട് പരിത്യാഗം അഭ്യസിച്ചത്. കുമ്പസാരത്തിലൂടെ, കുർബാനയിലൂടെ അനേകരെ സ്വർഗത്തിലേക്ക് ആനയിച്ച ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധനായ പാദ്രി പിയോ. 50 വർഷക്കാലം പഞ്ചക്ഷതം തൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവത്രേ. പ്രാർത്ഥനയുടെ, പരിത്യാഗത്തിൻ്റെ, സേവനത്തിൻ്റെ, ആത്മീയ വളർച്ചയുടെ ഒക്കെ അനുഗ്രഹമായി ബൈലൊക്കേഷനുള്ള കൃപ ദൈവമായ കർത്താവ് പാദ്രി പിയോയ്ക്ക് കൊടുത്തിരുന്നു. പ്രാർത്ഥന ചെറിയ കാര്യമല്ലെന്നും ദൈവത്തിൻ്റെ ഹൃദയം തുറക്കുന്ന താക്കോലുമാണെന്ന് വിശുദ്ധനായ പാദ്രി പിയോ ലോകത്തോട് പറയുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധനായ പാദ്രി പിയോയുടെ സാന്നിധ്യം ഈ രാത്രിയിൽ രോഗികളുടെ മേൽ വന്ന് നിറയട്ടെ. അത്ഭുത സൗഖ്യമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.